പശ്ചിമേഷ്യൻ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അറബ് രാഷ്ട്രങ്ങളെയാണ്. മാത്രമല്ല എണ്ണ പ്രതിസന്ധിയും രൂക്ഷമായ രീതിയിൽ തന്നെ അത് ബാധിക്കുകയും ഇതോടുകൂടി തന്നെ മിക്ക രാജ്യങ്ങളെയും ഈ പ്രതിസന്ധി പിടിച്ചുലയ്ക്കുകയും ആഗോളതലത്തിൽ പോലും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം ആഗോള ഊർജ്ജ വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കിയതായി തന്നെയാണ് ഗ്ലോബൽ പെട്രോൾ പ്രൈസ് ഇവിടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ നിരക്കിൽ പെട്രോളും ഡീസലും കിട്ടുന്നതിൽ മുൻനിരയിൽ കുവൈറ്റാണ് എത്തിയിരിക്കുന്നത്. സർക്കാർ സബ്സിഡികളും നികുതി നയങ്ങളുമാണ് ഇതിന് പ്രധാന കാരണമായി തന്നെ വ്യക്തമാക്കുന്നത്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സൈനിക സംഘർഷം ആരംഭിച്ച് 40 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ഊർജ്ജ വൈദ്യുതി നിരക്കിനുള്ളിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടായതായി തന്നെ ഇവിടെ എടുത്തു പറയുകയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അസംസ്കൃത എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അതുപരിയായി തന്നെ അതാത് രാജ്യങ്ങളിലെ നികുതി നയങ്ങളും സർക്കാർ നൽകുന്ന ആ സബ്സിഡികളുമാണ് ഉപഭോക്താക്കൾക്കിടയിലേക്ക് ലഭിക്കുന്ന അന്തിമ വില നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ ഏപ്രിൽ 6 വരെയുള്ള കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡീസൽ ലഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റ് 6ാം സ്ഥാനത്താണുള്ളത്. ലിറ്ററിന് വെറും $0.37 ആണ് കുവൈറ്റിലെ ഡീസൽ വില. അതേപോലെ തന്നെ വെനസ്വേല, ഇറാൻ, ലിബിയ, അൾജീരിയ, തുർക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ കുവൈറ്റിന് മുന്നിലുള്ളത്. പെട്രോൾ വിലയുടെ കാര്യത്തിലും കുവൈറ്റ് ആഗോളതലത്തിൽ തന്നെ മുൻപന്തിയിലാണുള്ളത്. ലിറ്ററിന് $0.339 എന്ന നിരക്കിൽ ലോകത്തെ ഏറ്റവും കുറഞ്ഞ 5ാമത്തെ പെട്രോൾ വിലയാണ് കുവൈറ്റിലേത്. ഈ പട്ടികയിൽ ലിബിയ 1ാം സ്ഥാനത്തെത്തിയപ്പോൾ ഇറാൻ, വെനസ്വേല, അതേപോലെ തന്നെ അങ്കോള എന്നീ രാജ്യങ്ങളാണ് തൊട്ടു പിന്നാലെയുള്ളത്. അതേപോലെ തന്നെ ആഗോള വിപണിയിലെ അസ്ഥിരതകൾക്കിടയിൽ പോലും മിതമായ നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കുന്നതിൽ കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ അത് ശ്രദ്ധേയമാണ് എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് എത്തുമോ, ഇതിലും രൂക്ഷമായ ഗതിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ആശങ്കകൾ നിലനിൽക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ഇറാൻ ഏറെക്കുറെ അടിപതറുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തുവരുന്നത്. സംഘർഷം രൂക്ഷമായ സമയത്ത് ഇറാൻ കാണിച്ച ബുദ്ധിമോശം ഇപ്പോൾ അവർക്ക് തന്നെ തലവേദനയാവുകയാണ്. കപ്പലുകളെ തുരത്താൻ സ്ഥാപിച്ച മൈനുകൾ എവിടെയാണ് എന്ന് പോലും ഇറാനിൽ അവ്യക്തത തുടരുകയാണ്. ഇതോടുകൂടി തന്നെ വൻ പ്രതിസന്ധിയിലേക്കാണ് ഇത് നീങ്ങുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധത്തിന് താൽക്കാലിക വിരാമമായെങ്കിൽ പോലും നേരത്തെ സ്ഥാപിച്ച മൈനുകൾ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതെ തന്നെ ഇറാൻ നട്ടം തിരിയുന്ന കാഴ്ചയും കാണാൻ സാധിക്കുകയാണ്. മൈനുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക ശേഷി സൈന്യത്തിനില്ല എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് തങ്ങൾ തന്നെ വിന്യസിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ അവയൊന്ന് നീക്കം ചെയ്യാൻ പോലുമുള്ള സാങ്കേതിക ശേഷി ഇറാൻ സൈന്യത്തിനില്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയാണ് ഈ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.